വയനാട് കല്ലൂർ മാറോട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ധാരണയായത്. കല്ലൂർ ടൗണിൽ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത ഉപരോധിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനോട് ഒരു വിഭാഗം കയർത്തു. തുടർന്ന് മന്ത്രി രാജുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. 101 ആംബുലൻസ് വിളിച്ചപ്പോൾ ഒരു ആംബുലൻസ് പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് കാറിലാണ് റിസ്ക് എടുത്തു കൊണ്ടുപോയത്. കൃഷി എടുത്തിട്ട് കടം വാങ്ങിയിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ മൃതദേഹമായി എത്തിയ ആംബുലൻസ് ദേശീയപാതയിൽ നിർത്തിയിട്ട് പ്രതിഷേധം തുടർന്നു. പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി. സാധാരണ കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഒന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷുറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. ഉള്ള വീട് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ചു കൊടുക്കും. മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് മൃതദേഹം കൊണ്ടുപോയത്. ഞായറാഴ്ച രാത്രിയാണ് വീടിനടുത്ത് വെച്ച് 48-കാരനായ രാജുവിനെ കാട്ടാൻ ആക്രമിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം. 24 വയനാട്.